Good morning, all. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ വായിച്ചിരുന്നോ? Yes, ma'am. നമുക്ക് എവിടെ വരെ എടുത്തു നിർത്തിയത്? നമ്മള് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് വരെ. പോയിന്റ് ഇനി അടുത്ത 7th പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ തുടങ്ങി എടുക്കണം അല്ലെ? വായിച്ച് നോക്കി തന്നെ പോകാം, എല്ലാവരും ഉദ്ദേശിച്ച് വെക്കാതിരിക്കാതെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലെ? ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചില ബെനിഫിറ്റ് പ്ലാനുകൾ അവരുടെ എന്താണ് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ആ ജോലിയിൽ തുടർന്നും അല്ലെ നിലനിന്ന് പോകാനൊക്കെ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള ഈ തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നത് അല്ലെ? അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയൊക്കെ എടുക്കാമെന്നുള്ളതിന്റെ ഒരു ലാസ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അവിടെ കമ്മ്യൂണിക്കേഷൻ കാര്യം കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെ? അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് കണ്ടറിഞ്ഞിട്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും അല്ലെ? Earlier, not much attention was paid towards communicating different types of benefits and plans to the employees by the employers. നമുക്കറിയാം, ഇത്തരത്തിൽ ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാനിങ്ങിനെ കുറിച്ചിട്ടൊന്നും ഈ എംപ്ലോയർ അല്ലെ അവിടെ നമുക്കറിയാം പഴയ ഓർഗനൈസേഷനൊക്കെ ആവുമ്പോൾ എംപ്ലോയിനെ പിടിച്ചു നിർത്താനോ എംപ്ലോയിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സിന് പ്രാധാന്യമൊന്നുമില്ല. കാരണം നമുക്കറിയാം അവരാണ് മെയിൻ ആയിട്ടുള്ള അസറ്റ് എന്നുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടൊന്നും പഴയ കാലഘട്ടങ്ങളിലില്ല അല്ലെ? അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല അല്ലെ? അതാണ് അവിടെ പറയുന്നത്. The main attitude behind this was the employers thought that any kind of a benefit which is provided to the employees will be appreciated by them. അവരുടെ കാഴ്ചപ്പാടിൽ എംപ്ലോയറിന്റെ തൊഴിലുടമയുടെ കാഴ്ചപ്പാടിൽ ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് അവർക്ക് വേണ്ടി ലഭ്യമാക്കുകയാണെങ്കിൽ അത് വളരെ അല്ലെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് അവരെടുത്തോളും അല്ലെ എന്നുള്ള ഒരു മൈൻഡാണ് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാവും. The literature prepared by the insurance company for the coverage was the only available information which was provided to the employees. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനാണെങ്കിലും ഈ ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് നൽകുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ എന്താണ് ചിലപ്പോൾ ഇൻഷുറൻസ് ഒക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ എംപ്ലോയീസിന് കൊടുക്കും എന്നല്ലാതെ മറ്റൊരു കമ്മ്യൂണിക്കേഷൻ അതുമായിട്ട് വരുന്നില്ല. വീണ്ടും പറയാണ്, ബട്ട് ഇൻ ദിസ് റീസെന്റ് പാസ്റ്റ് ദിസ് സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്ഡ് സിഗ്നിഫിക്കന്റ്ലി. നമുക്കറിയാം ഈ കാലയളവില് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള അസറ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ നടത്തുന്ന തൊഴിലുടമകള് തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു അസംഷനിൽ തന്നെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇൻ ദിസ് റീസെന്റ് പാസ്റ്റ് ദിസ് സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്ഡ് അല്ലെ? പ്രധാനമായിട്ടും മാറിയിരിക്കുന്നു. The different types of information related to the benefits and plans are required to be given to the employees by the employers according to the legal framework. നമുക്കറിയാം നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ തന്നെ ഇത്രയും അംഗങ്ങൾ ഉണ്ടെങ്കിൽ PF ഒക്കെ മസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് വേജസ് അല്ലെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ മിനിമം വേജസ് ഒക്കെ അവർക്ക് കൃത്യമായിട്ടൊക്കെ കൊടുക്കണം അല്ലെ? ചില ഇത്രയും അംഗങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള ഒരു നടപടിയും കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ട് എംപ്ലോയീസിന് തന്നെ നല്ല ധാരണയുള്ളത് കൊണ്ട് തന്നെ അവരെന്താണ് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ടൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ അവരായിട്ട് ഒരു ആശയവിനിമയം നടത്തിയിരിക്കുന്നു. അപ്പൊ പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് നമുക്കറിയാം ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിക്കുമ്പോൾ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അത് മാത്രമല്ല നല്ല രീതിയിൽ തന്നെ അവരെ അറിയിക്കുകയും ചെയ്യണം അല്ലെ? ഇതിന്റെ ബെനിഫിഷ്യൽ പാക്കേജുകൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. ഈ കേസ് നമുക്കറിയാം അവർക്ക് നിയമ നടപടികളൊക്കെ അനുസൃതമായിട്ട് അവർക്ക് പാക്കേജസ് ഒന്നും കൊടുത്തില്ല എങ്കിൽ തന്നെ അവരെന്താണ് കോടതിയെ സമീപിച്ച്
എന്താണ് അവിടെയുള്ള എംപ്ലോയീസ് അവരുടേതായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ നേടിയിടുന്നു. ഓക്കെ അല്ലേ? കമ്മ്യൂണിക്കേഷൻ എന്താന്നുള്ളത് പഴയ കാലഘട്ടത്തിൽ നിന്ന് ഡിഫറെന്റ് ആണ് ഈ കാലഘട്ടം അല്ലെ. ഇനി വീണ്ടും പറയുന്നുണ്ട്, apart from this, most of the employers have found that the employees are not serious about the different types of benefits plans, and they do not understand the significance of them these benefits for themselves and for their families. Okay, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല അല്ലെ, എംപ്ലോയീസ് വലിയ സീരിയസ് ആയിട്ടുള്ള ഇതുകളിൽ അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കുടുംബത്തിന്റെ അംഗങ്ങൾ കൂടി അല്ലെ. നമ്മൾ ഫസ്റ്റിൽ കണ്ടു എന്താണ്, ജസ്റ്റ് എംപ്ലോയീസിന് മാത്രമല്ല ബെനിഫിഷ്യൽ പാക്കേജിന്റെ ആ ഒരു അഡ്വാൻറ്റേജസ് ലഭ്യമാകുന്നത്, അവരുടെ ആശ്രിതർക്കും കൂടിയും അത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ലഭ്യമാകുന്നുണ്ട് ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സുകളില്ലേ? ഇൻഷുറൻസ് ഒക്കെ നമുക്കറിയാം, അവിടെ ആശ്രിതർക്കും കൂടി ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് ലഭ്യമാകുന്നുണ്ട് അല്ലേ? ഉണ്ടോ? അപ്പൊ അതുമായിട്ട് അതാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? സ്പീഡ് കൂടുതലുണ്ടോ? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, apart from this, most of the employers found that the employees are not serious about the different types of benefit plans. അതായത് ഇതിന്റെ ആ ഒരു സീരിയസ്നെസ്സിലേക്ക് അവർ വരണമെന്നില്ല. And they do not understand the significance of these benefit plans for themselves and for their families. അവരുടെ ഫാമിലിക്കും കൂടി ഇതുകൊണ്ട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കേണ്ടതാണ് അല്ലെ. ഇൻ കേസ് അവർക്കും കൂടി എന്താണ് എംപ്ലോയർ ഒരു വിഹിതം മാറ്റി വെച്ചിട്ട് അവർക്കും കൂടിയുള്ള ഒരു എന്താണ് സേവിങ്സുകളാണ് അവിടെ പ്രധാനമായിട്ട് തന്നെ കൈകാര്യം ചെയ്തത്. However, the cost which is incurred by the employer is not recognized by them. നമുക്കറിയാം ഇങ്ങനെ അവർക്കും കൂടി ഒരു ഇൻഷുറൻസ് ഒരു PF-ലേക്കൊക്കെ ഒരു ഫണ്ട് നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് അവിടെയുള്ള വർക്കേഴ്സിനെ മാത്രം പരിഗണിച്ചല്ല അല്ലെ, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി പരിഗണിച്ചിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകുന്നത് അല്ലെ. ഓരോ എംപ്ലോയീസിന്റെയും വേണ്ടിയിട്ട് അവരുടെ സാലറിയിൽ നിന്ന് അവരും കോൺട്രിബ്യൂട്ട് ചെയ്യും, അതോടൊപ്പം തന്നെ എന്താണ് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിന്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ആരാണ്? അവിടെയുള്ള എംപ്ലോയി മാത്രമല്ല, അവരുടെ ആശ്രിതന്മാരും കൂടി അതിനുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് തിരിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഡിസാറ്റിസ്ഫാക്ഷൻ which arise due to different types of misunderstandings regarding the benefits of plans can be reduced significantly with the help of effective communication. ഓക്കെ, നമുക്കറിയാം അതനുസരിച്ചിട്ട് ഇപ്പൊ ഇവര് ഇത്രയും കോസ്റ്റ് മുടക്കിയിട്ട് അല്ലെ, എംപ്ലോയർ ഇത്രയും കോസ്റ്റ് അതിന് വേണ്ടിയിട്ട് മുടക്കിയിട്ട് കൊടുക്കുമ്പോൾ അവര് സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും മുടക്കുന്നത് അല്ലെ. അപ്പൊ ഇൻ കേസ് അവർ ഡിസാറ്റിസ്ഫാക്ഷൻ ആവാനായിട്ടുള്ള സാധ്യതകൾ, ഇത്രയും അസംതൃപ്തി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എംപ്ലോയറിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് അല്ലെ മറ്റുള്ളവരെയും കൂടി പരിഗണിച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അവിടെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകളൊക്കെ അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്, അവരെ സംതൃപ്തിപ്പെടുത്താനാണ്. അപ്പൊ മോർ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം അല്ലെ. ആ ഒരു മൈൻഡിലേക്ക്, ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എംപ്ലോയീസിനെ എത്തിത്തക്ക വിധത്തില് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? വീണ്ടും നമുക്ക് നോക്കാം. This can also help decrease the employee turnover based upon the degree to which the employees understand the real value of these benefits plans. ഓക്കെ, ഇങ്ങനെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എന്താ പ്രത്യേകത? അവര് എന്താണ് ഓക്കെ നമ്മളെ എംപ്ലോയി ആയ നമ്മളെ നന്നായിട്ട് പരിഗണിച്ചിട്ട് അവര് അവരുടെ റിസ്ക് ആയിട്ട് അല്ലെ അവര് സേവിങ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനി അല്ലെ, കമ്പനി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അവിടെ നിന്ന് വിട്ടുപോകാനായിട്ടൊന്നും അവര് താല്പര്യപ്പെട്ടില്ല അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഡിക്രീസ് ദ എംപ്ലോയി ടേൺ ഓവർ. എന്തുകൊണ്ടാണ് അവർ വിട്ടുപോകാൻ തയ്യാറാവാത്തത്? ഓരോ എംപ്ലോയിനെയും അവർ പരിഗണിക്കുന്നുണ്ട്, അവരുടെ ഫാമിലീസിനെ പോലും പരിഗണിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർ നൽകുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എംപ്ലോയി എന്താണ് ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഞാൻ വീണ്ടും പറയുന്നു, അറ്റ് ദ സെയിം ടൈം the significance of a communication for
Gaining support of employers is also recognized by the employers. Okay, അതായത് പ്രധാനമായിട്ട് നമുക്കറിയാം എല്ലായ്പ്പോഴും അല്ലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് എംപ്ലോയേഴ്സിന് അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ അംഗീകാരങ്ങൾ എംപ്ലോയർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം എംപ്ലോയർ തൊഴിലുടമ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് നല്ലൊരു ധാരണ ഉണ്ടാവുമ്പോഴാണ് അങ്ങനെയല്ലേ നമ്മൾ പൊതുവെ നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നത് എങ്ങനെയാ നമ്മളെ മാനിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമായത് നൽകുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ റെസ്പെക്ട് അവർക്ക് കൊടുക്കുന്നത് അല്ലെ. നമ്മളെ മൈൻഡ് ചെയ്യാത്തവരെ എന്ത് ചെയ്യും നമ്മൾ പ്രത്യേകിച്ച് മൈൻഡ് ഒന്നും ചെയ്യില്ല അല്ലെ. അങ്ങനെയല്ലേ പൊതുവെ അങ്ങനെയല്ലേ. ആദ്യം നമ്മളെ ചിലപ്പോ ആണെങ്കിൽ എന്താണ് മറ്റുള്ളവരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആദ്യം ഒന്ന് മുട്ടിയൊക്കെ നോക്കും. ഇംഗ്ലീഷ് വീണ്ടും നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രത്യേകിച്ചൊന്നും അവരെ അല്ലെ മൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല, അവരെ റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കില്ല. അതുമാതിരി തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷനോട് കൂടി എംപ്ലോയിക്ക് ഇങ്ങനെ ബെനിഫിഷ്യലൊക്കെ നൽകുന്നുണ്ട്, അവരുടെ ആശ്രിതർക്കും കൂടി നമ്മൾ ഇത്രയും കോസ്റ്റ് വഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ധാരണ കൃത്യമായിട്ട് അവരിൽ എത്തിക്കുമ്പോഴേക്കാണ് അവർക്ക് ആ എംപ്ലോയറിനോട് ഒരു റെസ്പെക്ട് ഉണ്ടാവും അല്ലെ, ആ ഒരു സ്ഥാപനത്തിനോട് ഒരു റെസ്പെക്ട് ഉണ്ടാവും. അവിടെ നിന്ന് വിട്ടുപോവാതിരുന്ന് അല്ലെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറാവും. വീണ്ടും പറയണം by the employees so that the attempt of cost containment become a success. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് ഒരു കോസ്റ്റിന് ഒരു കൺട്രോളും വരും. ആ ഒരു അംഗീകാരം നമ്മളിപ്പോ അംഗീകരിക്കുമ്പോൾ എന്താ പ്രത്യേകത? അവര് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും. മാത്രമല്ല ഒരുപാട് കോസ്റ്റ് അല്ലെ ആ ഒരു സ്ഥാപനത്തിന് ഒരുപാട് ചെലവുകളിലേക്ക് ഒന്നും വിട്ടുപോകാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് പറയുന്നത്, അവിടെ ആ ഒരു ഓർഗനൈസേഷൻ വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അവിടെ എന്തെങ്കിലുമൊക്കെ കോസ്റ്റ് കൺട്രോളിംഗ് ഒക്കെ നടത്തിയിട്ട് എംപ്ലോയീസിന് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട്, മാത്രമല്ല എംപ്ലോയറിനെ നല്ല അംഗീകാരത്തോട് കൂടിയിട്ട് നല്ല അല്ലെ വിഷയത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് വരുമ്പോൾ ആ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്യാൻ അല്ലെ വളരെ റിലാക്സ് ചെയ്തിട്ട് കോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്കൊന്നും വരില്ല, ഒരു സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവര് തയ്യാറാവും. As employees are provided with the more choice in respect of their own benefit, the importance of a benefit of a communication is increasingly essential. അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താ എംപ്ലോയീസിനെ സംബന്ധിച്ച് നല്ലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോൾ എന്താണ് എംപ്ലോയറിനെ അവരെ റെസ്പെക്ട് ചെയ്യാനായിട്ടും അതോടൊപ്പം തന്നെ സ്ഥാപനത്തിന് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർ തയ്യാറാവും. കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് അല്ലെ ഒരുപാട് ചെലവഴിച്ച് ദുർവിനിയോഗം ചെയ്യാതെ തന്നെ അവര് ഡ്യൂട്ടി ചെയ്യാനായിട്ട് തയ്യാറാകും. അങ്ങനെ വരുമ്പോഴത്താണ് അവിടെ റിസൾട്ട് ബെറ്റർ ആയിട്ട് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെയാണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് എന്താണ് ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇനി അടുത്തത് ഇമ്പോർട്ടൻസിലേക്കാണ് അല്ലെ. ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള എംപ്ലോയ് ബെനിഫിറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം എന്തെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അവിടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ അല്ലെ മെയിൻ ആറ്റിറ്റ്യൂഡ് ബിഹൈൻഡ് ദി സർവീസ് എംപ്ലോയേഴ്സ് ടു ദ യൂണിക് ആയിട്ടുള്ള ബെനിഫിറ്റ് അല്ലെ എന്തെങ്കിലും റെസ്പെക്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഇത് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മറ്റു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് അവിടെ റെസ്പെക്റ്റിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തിരിക്കും. വീണ്ടും ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എംപ്ലോയിയുടെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രാധാന്യങ്ങൾ നോക്കുക. ഫോളോയിങ് ഫാക്ടേഴ്സ് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സുമായിട്ട് പ്രാധാന്യം വഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വന്ന് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്. ഇതാണ് വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവുന്നത് അല്ലെ. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡീഷണൽ ആയിട്ട് സാലറിക്ക് പുറമെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കുറച്ച് ബെനിഫിഷ്യൽ പാക്കേജ് ആണ് അല്ലെ. അവിടെ അതൊരു സെക്യൂരിറ്റി ആയിട്ട് നിലകൊള്ളുന്നു.
fringe benefit directly or indirectly help the employees to be financially sound. അതായത് നേരിട്ടോ അല്ലാതെയോ എന്താണ് തൊഴിലാളികൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് കൊണ്ട് ലഭ്യമാകുന്നത്. വളരെ എക്സാമ്പിൾ പറയുന്നുണ്ട് മെഡിക്കൽ അസിസ്റ്റൻസ്, കൺസ്യൂമർ സൊസൈറ്റീസ് ആൻഡ് ലീഗൽ ആൻഡ് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഇങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സൗണ്ട് ലഭ്യമാക്കുന്ന ബെനിഫിഷ്യൽ പാക്കേജസ് ഏതൊക്കെയാണ്? മെഡിക്കൽ അസിസ്റ്റൻസ് നമുക്കറിയാം, മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കിട്ടുമ്പോൾ കൺസ്യൂമർ സൊസൈറ്റീസ് നമുക്ക് ഉപഭോക്താക്കൾക്ക് വസ്തുക്കൾ ലഭ്യമാകുന്ന അല്ലെ. ഒരു ക്വാർട്ടേഴ്സ് ഒക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ പോയി വിപണനം ചെയ്യാതെ തന്നെ കൺസ്യൂമർ സൊസൈറ്റി വഴി എന്തെങ്കിലുമൊക്കെ ലഭ്യമാകുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ലീഗൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് അല്ലെ, നിയമപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള ലോണുകളോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കമ്പനി എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് നൽകുമ്പോൾ ഇതെല്ലാം എന്താണ് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സൗകര്യം ലഭ്യമാക്കുകയാണ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം. Such benefits result in substantial savings which can be invested for a financial security after recruitment. Okay. എന്താണ് നമുക്കറിയാം, തീർച്ചയായിട്ടും എന്താണ് നമ്മൾ അല്ലെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സേവിങ്സുകളാണ് അല്ലെ. അത് നമ്മൾക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. ഒരു ഇൻഷുറൻസ് പാക്കേജ് ഒക്കെ ലഭ്യമാക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും അല്ലെ ഹോസ്പിറ്റൽ കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഫിനാൻഷ്യലി ആ സമയത്ത് നമ്മൾ ഒരുപാട് ബർഡൻ ആവുന്നില്ല അല്ലെ. ഒരു സപ്പോർട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സേവിങ്സ് ആണ് അല്ലെ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് ആണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്. വർക്കേഴ്സിന് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സുരക്ഷ ഇത് ഉറപ്പാക്കുന്നു. ഓക്കെ അല്ലേ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് പോവുക. മെഡിക്കൽ അസിസ്റ്റൻസ്, കൺസ്യൂമർ സൊസൈറ്റീസ് ആൻഡ് ലീഗൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് എല്ലാം തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഓഫ് വർക്കേഴ്സിനുള്ള ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റികളാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ ഓക്കെ അല്ലേ. ഫസ്റ്റ് പോയിന്റ് ആണോ? സെക്കൻഡ് പോയിന്റിലേക്ക് പോവാലോ. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ചോദിക്കും എന്നുള്ളൊരു ധാരണയിലിരിക്കാം. അതുകൊണ്ടാണ് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ് റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ്. എന്താണ് അട്രിഷൻ റേറ്റ് എന്ന് പറയുന്നത്? വിട്ടുപോകുന്ന അല്ലെ, കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന ആ ഒരളവ് തോത് കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. നമുക്കറിയാം ഒരു നല്ല ബെനഫിഷ്യൽ പാക്കേജസ് ഉള്ള കമ്പനിയിലേക്ക് എത്തിപ്പെടാൻ എല്ലാ തൊഴിലാളികളും ശ്രമിക്കും അല്ലെ. അത് സാലറിക്ക് അപ്പുറമുള്ള കുറെ ബെനിഫിറ്റുകളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്നതിന്റെ അളവ് കുറച്ചുകൊണ്ട് വരും. Fringe benefits induce long-term commitment on the part of workers അല്ലെ. അവിടെ തീർച്ചയായിട്ടും ഒരു പ്രചോദിതമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ ലോങ് ടേം ആയിട്ടുള്ള ആ കമ്പനിയോട് ഒരു നീണ്ട കാലത്തെ ഒരു ബന്ധത അല്ലെ പ്രതിബദ്ധത ഉണ്ടാവുന്നത്. കാരണം ഒരു ബെനഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ കമ്പനിയോട് ഒരു പ്രത്യേക മമത അവിടെയുള്ള എംപ്ലോയീസിന് ഉണ്ടാവുന്നു. This results in reduction of training and റിക്രൂട്ട്മെന്റ് കോസ്റ്റ്. നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? അവർക്ക് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് കോസ്റ്റ് ഒക്കെ എന്താണ് അതില് അല്ലെ കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. കാരണം അവര് എന്താണ് കമ്പനിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപെടുന്നത് കൊണ്ട് തന്നെ അവര് എന്താണ് കമ്പനിയോട് കൂടുതൽ മമത കാണിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് അധികം ട്രെയിനിങ്ങോ ഒന്നും ആവശ്യമായിട്ട് വരത്തില്ല. അവരെങ്ങനെയെങ്കിലും അത് ആർജിച്ചെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. Fringe benefits are key factors that have a bearing of the employee's decision to leave or continue with his employer. ഓക്കെ, അവർക്ക് ലീവ് എടുക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താണ് സാലറിക്ക് അപ്പുറം ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. അത് നമ്മുടെ കമ്പനി നമ്മളെ പരിഗണിച്ചിട്ട് എംപ്ലോയീസിനെ പരിഗണിച്ചിട്ട് ലഭ്യമാക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു ബോധ്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കമ്പനിയിൽ പോകാതിരിക്കാനൊന്നും അല്ലെ ആബ്സെന്റിസം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. എപ്പോഴും എന്താണ് കമ്പനിയിൽ വരാനായിട്ട് അവര് തയ്യാറാവും. അത് മാത്രമല്ല കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടും അല്ലെ മറ്റൊരു കമ്പനിയിലേക്ക് പോകാനാക്കിയിട്ടുള്ള ടെൻഡൻസിയൊക്കെ അവിടെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണെങ്കിൽ സെക്കൻഡ് റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. എന്താണ് എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റിയിൽ പറയുന്നത്?
നോക്കാം. എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെ ഉൽപാദനക്ഷമത അല്ലെ അത് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഫ്രഞ്ച് ബെനിഫിറ്റ്സ് ഇംപ്രൂവ് മോട്ടിവേഷൻ, ടേക്ക് കെയർ ഓഫ് ദ ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്. Okay, they help the employees to relax mentally and physically with schemes like holiday homes and the sports and impart many other benefits. Okay, നമുക്കറിയാം അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ് പാക്കേജുകളാണ് അവർ ലഭ്യമാകുന്നത് അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ എല്ലാ ഇപ്പോഴല്ലേ ഇപ്പൊ ഓണം സീസൺ ഒക്കെയാണ് ഒരു അല്ലെ ഒരു എല്ലാവരെയും കൂടി അറേഞ്ച് ചെയ്ത് കോമ്പറ്റീഷൻ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ എന്താണ് ഹോളിഡേസ് ഹോംസ് അല്ലെ അവർക്ക് ഹോളിഡേ ഒക്കെ വരുമ്പോൾ വീട്ടിൽ വന്നു പോകാനായിട്ടുള്ള സൗകര്യം നമ്മൾ കുറെ ഫ്രഞ്ച് ബെനിഫിറ്റ്സുകൾ കണ്ടതാണ് അല്ലെ. അവിടേക്ക് പോയി വീട്ടിൽ പോയി തിരിച്ചു വരാനായിട്ടുള്ള സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഹോളിഡേ ഹോംസുകളൊക്കെ കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഫിസിക്കലി ആൻഡ് മെന്റലി അല്ലെ ഹാപ്പി ആവാനായിട്ട് ശ്രമിക്കും. കാരണം അവർക്ക് റെസ്റ്റ് ചെയ്യാൻ സൗകര്യം ഉണ്ടാകുന്നു. അതേമാതിരി തന്നെ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് ഉത്സാഹപരിതരായിട്ട് തന്നെ ജോലിയിൽ തുടരാനായിട്ട് സഹായിക്കുന്നു. എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് അല്ലെ ടൂർ പ്രോഗ്രാംസ് ഇതൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്താ പ്രത്യേകത അവരെ മെന്റലി ആൻഡ് ഫിസിക്കലി എന്താണ് അവരെ ആസ്വദിക്കാൻ അല്ലെ അവരുടെ മൈൻഡ് ഒക്കെ വളരെ ഫ്രീ ആയിട്ട് തന്നെ റിലാക്സോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ അവിടെ നിന്ന് കിട്ടുകയാണ്. പിന്നെ എന്താ പറയുന്നത് employees with a healthy mind and body and feeling of security are highly efficient and perform better in terms of quality. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ എന്താ പറയുന്നത് വളരെ സ്ട്രെസ്സോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നതും റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യുന്നതും നമ്മൾ ഡിഫറൻസ് ഇല്ലേ ഉണ്ടാവില്ലേ ഉണ്ടാവോ? സ്ട്രെസ്സോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നതോ റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നിങ്ങൾ ഇവിടെ തന്നെ ഇല്ലേ? വ്യത്യാസം ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ ഉണ്ടാവും. അപ്പൊ എന്താ പ്രത്യേകത? സ്ട്രെസ് ആണെങ്കിൽ നമുക്കറിയാം ഭയങ്കര ടെൻഷൻ അടിച്ച് അല്ലെ മെന്റലി ഫിസിക്കലി അവരെ ഭയങ്കര സ്ട്രെസ്സോട് കൂടിയിട്ടാണ്. അപ്പൊ എന്താണ് അവരുടെ പ്രൊഡക്ഷൻ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഒന്നും ആയിരിക്കണം അല്ലെ. അവരുടെ റിസൾട്ട് എന്താണ് മോശമായിരിക്കും. അതേസമയം റിലാക്സ് ചെയ്തിട്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത അവർക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് അല്ലെ അവരുടെ ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുകൾ കാഴ്ചവെക്കാനൊക്കെ സാധിക്കും അല്ലെ. ഹോസ്പിറ്റലാണെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലാണെങ്കിൽ ലോയർ സെക്ഷനിലാണെങ്കിൽ എവിടെയാണെങ്കിലും അവരെന്താണ് വളരെ റിലാക്സോട് കൂടിയിട്ടാണെങ്കിൽ അവിടെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അതേസമയം സ്ട്രെസ് ആണ് അല്ലെ ഇങ്ങനെയുള്ള റിലാക്സോ പരിപാടികളോ ഒന്നും കൊടുക്കാത്ത കമ്പനികളാണെങ്കിൽ അവരെന്താണ് ഡ്യൂട്ടി ചെയ്യുന്നു അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നു അല്ലെ. വളരെ എന്താണ് ഒരു ഡ്യൂട്ടിക്ക് മാത്രമല്ലേ അവർ പ്രത്യേകമായിട്ട് തന്നെ റിലാക്സ് ചെയ്ത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആയിരിക്കില്ല അവരിൽ നിന്ന് ലഭ്യമാകുന്നത്. ഓക്കെ അതാണ് അവിടെ എടുത്ത് പറയുന്നത്. എംപ്ലോയീസ് വിത്ത് healthy mind and body and feelings of security are highly efficient and perform better in terms of quality. Motivated workers are enthused to improve their abilities and knowledge. Okay, അവർക്ക് നമുക്കറിയാം അവരുടെ അറിവും അതോടൊപ്പം തന്നെ കഴിവുകളൊക്കെ വികസിപ്പിച്ചുകൊണ്ട് വരാൻ സാധിക്കും അല്ലെ. അവർ മറ്റുള്ളവരുടെ ഒപ്പത്തിൽ എത്താനായിട്ട് ശ്രമിക്കും. നമുക്ക് പറയാം ഒരു ടാർഗറ്റ് ഫിനിഷ് ചെയ്യുന്നവർക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിപ്പെടാനായിട്ട് അല്ലെ അവര് എങ്ങനെയെങ്കിലും ആ കഴിവ് നേടിയെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാ പറയുന്നത് ഇറ്റ് ഈസ് എന്തോ അവരെ ഉത്സാഹഭരിതരാക്കുന്നു അല്ലെ. അവരുടെ കഴിവും നോളജൊക്കെ അത് വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. All these factors have a positive effect on productivity. നമുക്കറിയാം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി ഫേമിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ മൂല്യം അല്ലെ കൂടുതലായിട്ട് ഉത്പാദനക്ഷമതയുള്ള വർക്കുകൾ അല്ലെ എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതേസമയം നമുക്കറിയാം ഇങ്ങനെയുള്ള പാക്കേജസ് ഒന്നും കൊടുക്കാത്ത കമ്പനി ആണെങ്കിൽ അവര് എന്താണ് അവരുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ സർവീസിനൊന്നും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാൻ പറ്റണമെന്നില്ല. എൻഹാൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി മൂന്ന് പോയിന്റാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്, then reduction in attrition rate, then next enhancement of productivity. Okay, then next എന്താണ് create trust and warmth in employer-employee relationship. Okay, ഒരു വിശ്വാസം അല്ലെ. നമുക്കറിയാം ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുമ്പോൾ നമുക്കൊരു മമതയുണ്ട് അല്ലെ, കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നത്. ആ കമ്മിറ്റ്മെന്റ് തന്നെ നമുക്കൊരു വിശ്വാസമാണ് അല്ലെ. അപ്പൊ എന്താ പറയുന്നത് ഫ്രഞ്ച് ബെനിഫിറ്റ്സ് മേക്ക് ദ എംപ്ലോയീസ് ഫീൽ ദാറ്റ് their needs are taken care of by the employer. ഓക്കെ നമുക്കറിയാം എംപ്ലോയർ നമ്മളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീലിങ്സ്
ആർക്കുണ്ടാവും? അവിടെയുള്ള എംപ്ലോയീസിനുണ്ടാവും. റിവാർഡ്സ് ഫോർ ഗുഡ് പെർഫോമൻസ് അഷ്വർ employee that their work is being recognized by the employer. Okay, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് കഠിന ശ്രമം നടത്തുന്നുണ്ട് അല്ലെ, അങ്ങനെയൊക്കെയുള്ള പെർഫോമൻസ് കാണുമ്പോൾ റിവാർഡ് അംഗീകാരങ്ങളൊക്കെ നൽകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നമ്മളെ പരിഗണിക്കുന്നുണ്ട്, നമുക്ക് അതിനുള്ള അംഗീകാരം തരുന്നുണ്ട് എന്ന് ഉള്ള ധാരണയിൽ എംപ്ലോയിക്ക് എത്താനായിട്ട് സാധിക്കുന്നു. All in all, a spirit of mutual trust prevails between the employer and the employee. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർ തമ്മിൽ എംപ്ലോയറും തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് അല്ലെ, ഒരു വിശ്വാസം അവരുടെ ഇടയിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, 4 പോയിന്റും ഒക്കെ അല്ലേ എംപ്ലോയീസിന്റെ ഫ്രണ്ട്സ് ബെനിഫിറ്റ്സ് കൊണ്ടുണ്ടാവുന്ന പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്. ഇമ്പോർട്ടൻസ് പോയിന്റ്സുകൾ എല്ലാതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്, റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ്, എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റീവ് ട്രസ്റ്റ് അല്ലെ, അവിടെ വിശ്വാസം ഉണ്ടാകുന്നു, പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു, അവിടെ നിന്ന് വിട്ടുപോകുന്നത് അല്ലെ കുറച്ചു കൊണ്ടുവരുന്നു, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാകുന്ന ഉറപ്പുവരുത്തുന്നു. ഓക്കെ, എന്താ നെക്സ്റ്റ് നോക്കാനുള്ളത്? പ്രോബ്ലംസ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് വായിച്ചു നോക്കേണ്ടതുണ്ടോ? നോക്കേണ്ടതുണ്ടോ? കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാട്ടോ, ചിലപ്പോ ഇങ്ങനെയൊക്കെ ഡാഷ് ഇൻഡ്യൂസ് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ്. എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് അല്ലെ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ അതേമാതിരി തന്നെ എന്തൊക്കെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ്. അപ്പൊ നമുക്ക് നിങ്ങൾക്കറിയാം എസ്എ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് വൺ വേർഡ് ആണ് അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്ത് മനസ്സിലാക്കി പോകുമ്പോൾ ചൂസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രോബ്ലംസ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ്. ഇതൊക്കെ പ്രോബ്ലംസും ഉണ്ട്. ഈ എംപ്ലോയീസ് ബെനിഫിറ്റ്സിൽ ലഭ്യമാകുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങളെ പോലെ തന്നെ കുറച്ച് പ്രോബ്ലംസും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. Certain problems that may arise while administering employee benefits programs which are as follows. Okay, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില ബുദ്ധിമുട്ടുകളുമുണ്ട് അല്ലെ. ഫസ്റ്റ് വരുന്നത് എന്താണ്? പാരന്റലിസം. പാരന്റലിസം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് പാരന്റലിസം ചാർജ് എന്ന് പറയുന്നത്, അതായത് പിതൃത്വം അല്ലെ, ഒരു പിതാവിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ള ഒരു മൈൻഡ് അല്ലെ. നമ്മള് കുട്ടികളുടെ ഒരു പ്രത്യേകതയില്ല, അതെന്റെ പാരന്റ്സ് ചെയ്തു തരേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് ഡ്യൂട്ടി അല്ലേ എന്നുള്ളത്, അതായത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ അത് പാരന്റ്സിന്റെ ഒരു ആവശ്യമാണല്ലേ അല്ലെ, അങ്ങനെയുള്ള ഒരു കൺസിഡറേഷനിലേക്ക് ആ ലെവലിലേക്ക് എത്തുന്നു അല്ലെ. അല്ലെ, പ്രധാനമായിട്ട് നമ്മൾ നോക്കാം എന്താണ് ഫസ്റ്റ് പാരന്റലിസം എന്ന് പറയുന്നതിൽ numerous benefits are offered by the employees to their employees. It seems as if the company is playing the role of the parents and the employees are their children. Okay, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് ഒരു പാരന്റ് ആണ്, അവിടെയുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് ആരാണ്? അവിടുത്തെ ചിൽഡ്രൻ ആയിട്ടാണ് അവിടെ ധരിക്കുന്നത് അല്ലെ. അവിടെയുള്ള എംപ്ലോയീസ് ധരിക്കുന്നത് എന്താണ്? നമ്മളൊരു അവിടുത്തെ ചിൽഡ്രൻസ് ആണ്. പാരന്റിന്റെ റോളാണ് ഈ എംപ്ലോയറുടെ റോൾ എന്ന് പറയുന്നത്, പാരന്റിന്റെ റോളാണ്, അത് ചെയ്തു തരേണ്ട ഒരു റോളാണ് എന്നുള്ള ഒരു മനോഭാവമാണ് അവിടെ എടുത്ത് പറയുന്നത്. Sometimes employees develop feelings that the service and benefits offered to them are actually their rights, which is actually not the correct. Okay, നമുക്ക് അതിലെ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് ധരിക്കുന്നത് എന്താണ്? ഇത് തീർച്ചയായിട്ടും എംപ്ലോയർ ചെയ്തു തരേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ള ഒരു മനോഭാവമാണ് അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷെ ആക്ച്വലി നമുക്കറിയാം
സാധാരണയായിട്ട് ഒരു എഗ്രിമെന്റിൽ നമുക്കറിയാം ഒരു ഇത്രയും സാലറി, ഇത്രയും വർക്കിംഗ് ഡേയ്സിൽ ഇത്രയും സാലറി എന്നൊക്കെ ഉള്ള ഒരു ബെനിഫിറ്റ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ആയിരിക്കും അവര് ഉണ്ടാവുക, അല്ലെ, ഒരു എഗ്രിമെന്റ് ആയിരിക്കും ഉണ്ടാവുക. അഡീഷണൽ ആയിട്ട് നൽകുന്ന കാര്യങ്ങളാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അത് വേണമെങ്കിൽ കമ്പനിക്ക് നൽകാം, വേണമെങ്കിൽ അല്ലെ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് നൽകേണ്ട ചില സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ് ഒഴികെ മറ്റെല്ലാം എന്താണ് കമ്പനിക്ക് വേണമെങ്കിൽ മാത്രം നൽകിയാൽ മതി, അല്ലെ. ഇപ്പൊ ഒരു എന്റർടൈൻമെന്റ്, ഒരു ടൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ച് അവിടെ റിലാക്സ് ചെയ്യിപ്പിക്കണം, അതൊന്നും എന്താണ് കമ്പൽസറി ആയിട്ടും അവർക്ക് ലഭ്യമാക്കേണ്ട ഒരു കാര്യമൊന്നല്ല, അല്ലെ. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി എംപ്ലോയി വിചാരിക്കുന്നത് ഇത് ഒരു പാരന്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ എംപ്ലോയറുടെ ഒരു ഡ്യൂട്ടിയാണ്, അത് ചെയ്തു തരേണ്ടതാണ് എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട്, എന്താ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് കറക്റ്റ്, ഇത് യഥാർത്ഥത്തില് ശരിയല്ല. ഇറ്റ് മീൻസ് ദാറ്റ് എംപ്ലോയീസ് ടേക്ക് ദ എംപ്ലോയേഴ്സ് പാരന്റൽ കെയർ ഫോർ എ കാൻഡിഡേറ്റ്. അതായത് എംപ്ലോയി ധരിക്കുന്നത് തീർച്ചയായിട്ടും അവര് പാരന്റ് എന്ന നിലയിൽ നമുക്ക് ലഭ്യമാക്കി തരേണ്ട ഒരു കാര്യം എന്നാണ് എംപ്ലോയീസ് ധരിച്ചു വെക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഓക്കെ ആണോ? പാരന്റലിസം ചാർജ് ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ. വളരെ വലിയൊരു ചെലവും കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. കമ്പനി അഡ്മിനിസ്ട്രേഴ്സ് the benefits and the services offered to the employees which sustain huge costs. Okay, നമുക്കറിയാം ഈ തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള സർവീസുകൾ, പാക്കേജുകളൊക്കെ എംപ്ലോയീസിനെ ലഭ്യമാക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും തന്നെ അല്ലെ ഒരുപാട് ചെലവ് അവിടെ വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എംപ്ലോയർക്കുടമ വളരെയധികം ചെലവ് അതിനു വേണ്ടിയിട്ട് വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. It involves a tedious process of making a large outlays of a direct and indirect financial expenditures and also involves a substantial paperwork. Okay, അവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് തന്നെ അല്ലെ ഒരുപാട് കാര്യങ്ങള് വലിയതായിട്ടുള്ള ഔട്ട്ലേസ് ഒക്കെ അവിടെ കൈകാര്യം ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ട് അല്ലെ, നേരിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോസസ്സ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ അതിന് വേണ്ടിയിട്ട് മുടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യും അല്ലെ. ഒരു വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ കമ്പനിക്ക് എന്താണ് ഇത്രയും പെർസെന്റ് ആയിട്ടുള്ള പേഴ്സൺസിന് ഇത്രയും എന്താണ് ഓവർ ടൈം ചെയ്ത വ്യക്തികൾക്ക് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അനലൈസ് ഒക്കെ ചെയ്യണം അല്ലെ. ഇത്രയും ഏജ് കാറ്റഗറി ഉള്ളത്, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ വലുതായിട്ട് തന്നെ ഫിനാൻഷ്യലി മുടക്കിയിട്ട് തന്നെ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. പേപ്പർ വർക്കുകളൊക്കെ ധാരാളം ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില് ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ പാക്കേജസിന് വേണ്ടിയിട്ടായിട്ട് വരുമെന്നുള്ളത്. അല്ലേ? ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം കണ്ടു, എന്താണ് പാരന്റലിസം ചാർജ് ആണെങ്കിൽ. സെക്കൻഡ് വൺ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ. തേർഡ് വൺ നോക്കാം, ബിക്കമിങ് എ ന്യൂ ട്രെൻഡ്. ബിക്കമിങ് എ ന്യൂ ട്രെൻഡ്. എന്താണ് ബിക്കമിങ് ന്യൂ ട്രെൻഡ് എന്ന് പറയുന്നത്? When a company offers certain benefits and services to its employees, it establishes a process of competition in other companies as well as, and in order to prove themselves as better, other companies also start providing these benefits. Okay, നമ്മളിപ്പോ ഒരു കമ്പനി അല്ലെ, മിക്കവാറും സ്ഥാപനങ്ങൾക്ക് ഒരേപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ തരിക അല്ലെ. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിന്റെ തന്നെ ചിലപ്പോ ചെറിയ വേരിയേഷൻ ഒക്കെ ആയിട്ടുള്ള വേറെ കമ്പനിയൊക്കെ ആയിരിക്കും തുടങ്ങുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഏതൊരു സർവീസും ഒരൊറ്റ ഒരു സർവീസ് ആരെങ്കിലും ഇപ്പൊ ഒരു കമ്പനി എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാള് സ്റ്റാർട്ട് ചെയ്താണോ ഓർത്തിട്ട് മറ്റൊരാളെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുമോ? ഇല്ല, എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോരോ ബിസിനസ് സ്ഥാപനങ്ങള് ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരേപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ചിലടത്ത് ചില ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഓക്കെ നൽകുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വേരിയേഷൻ ആയിട്ട് ഒരു പുതിയ കുറച്ച് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കാമെന്ന് ഓർത്തുകൊണ്ട് ആ കമ്പനിക്കാരെന്ത് ചെയ്യും, പുതിയതായിട്ട് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജസ് നൽകുന്നു. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത ആൾക്കാര് അല്ലെ, അടുത്ത കൂട്ടരും അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കാനൊക്കെ ആയിട്ട് തുടങ്ങും അല്ലെ.
അപ്പൊ ഒരു പുതിയ ട്രെൻഡ് ആണ് അല്ലെ, പുതിയത് നമ്മള് ഇത് ചെയ്യുമ്പോൾ തന്നെ അത് എന്താണ് നഷ്ടപ്പെടുന്നു, അതായത് അതിന്റെ ആ ഒരു പബ്ലിസിറ്റി നഷ്ടപ്പെടുന്നു. പുതിയതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു അല്ലെ. അതാണ് പറയുന്നത് when a company offers certain benefits and services to its employees, it establishes a process of a competition. ഒരു കോമ്പറ്റീഷൻ ലെവലിലാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുന്നത് അല്ലെ. കമ്പനീസ് ഒരു കൂട്ടർ കൊടുക്കുന്നതിൽ നിന്ന് ഇച്ചിരി കൂടി വെറൈറ്റി പാക്കേജസ് കൊടുക്കത്ത് അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനെ പിടിച്ചെടുക്കാനൊക്കെ ശ്രമിക്കും. അപ്പോഴേക്കും എന്താണ് പുതിയ ഉള്ള മറ്റു തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളായിരിക്കും പുതിയതായിട്ട് വരുന്നത്. ചിലപ്പോ വേണമെങ്കിൽ അത് ഈ കമ്പനിയിൽ അതൊന്നും ഇല്ല എന്നുള്ള ഒരു മത്സരമായിരിക്കും വരിക അല്ലെ. അപ്പൊ എംപ്ലോയറിനെ സംബന്ധിച്ച് അതും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥ വരും. അപ്പൊ ഒരു കോമ്പറ്റീഷൻ അല്ലെ, ഒരു പുതിയ ട്രെൻഡിങ് ഒരു സംവിധാനം അവിടെ നിലവിൽ വരുന്നു. Some of the benefits which were previously unknown but now have become common are credit union and servants pay. Okay, നമുക്കറിയാം പണ്ട് കാലത്ത് ഇങ്ങനെ ബെനിഫിഷ്യൽ പാക്കേജ് എന്ന് പറയുന്നത് വലിയ കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഒന്നല്ല. പക്ഷെ ഇപ്പോ എല്ലാ കമ്പനിക്കാരും ഒരേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓഫേഴ്സുകളൊക്കെ ലഭ്യമാകും അല്ലെ. അല്ലെങ്കിൽ ലഭ്യമായില്ലെങ്കിൽ തന്നെ യൂണിയന്റെ നേതൃത്വത്തിലൊക്കെ അത് നേടിയെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ അല്ലേ. ഒരു പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമോ? ജസ്റ്റ് ഇത് കഴിയുമ്പോൾ വായിക്കാൻ സമയം തരാം. ക്വസ്റ്റ്യൻസ് നോക്കാം. ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് അല്ലെ. അവിടെ എന്താണ് കുറച്ച് അല്ലെ, അധികം ഇതുകൾ കൈകാര്യം ചെയ്യണമെന്നില്ല, കുറച്ച് കാര്യങ്ങളെ പ്രൊഡക്റ്റീവായിട്ട് അവിടെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ലഭ്യമാകുന്നു. നോക്കാം എന്താണെന്നുള്ളത്. ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് ഓർ the employee who are unable to do much fruitful work for the company stay in their jobs just because of the fact that the company provides a lot of benefits and service to its employees. അതായത് അവിടുത്തെ എംപ്ലോയീസിനെ അല്ലെ, ഒരു കമ്പനി ആണെങ്കിൽ കമ്പനിയിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരുപാട് ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ എന്താണ് അവരെല്ലാം അല്ലെ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകും അല്ലെ. നമ്മളിപ്പോ എത്ര ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്കും കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം, നമുക്കും എന്താണ് ട്രിപ്പിൽ പോകാം, അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ വരും അല്ലെ. ഒരു കമ്പനിക്ക് ആവുമ്പോൾ നമുക്കറിയാം ട്രിപ്പ് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് മറ്റുള്ളവർ കുറെ പേരെയൊക്കെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കാറില്ല അല്ലെ. നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെയും അല്ലാത്തവരെയൊക്കെ ഒന്നിച്ചല്ലേ കൊണ്ടുപോകുള്ളൂ അല്ലേ. ആണോ? ഒരു ടൂറൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കമ്പനിയെ കുറച്ച് പേരാണ് നിങ്ങളൊന്നും ഇത്രയും പ്രോഡക്റ്റ് ഒക്കെ ഉത്പാദിപ്പിക്കാത്തവരാണ് അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാത്തവരാണ്, അപ്പൊ നിങ്ങളൊന്നും വരണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ഡൈവേഴ്സിറ്റി കാണിച്ചിട്ട് ട്രിപ്പ് അറേഞ്ച് ചെയ്യോ? എങ്ങനെ ഉണ്ടാവോ? എനിക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് സംശയമുണ്ടോ? ചോദിച്ച ചോദ്യം മനസ്സിലായില്ല? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് അത് പോയിന്റ് അത് മനസ്സിലാക്കി തന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ള ഉദ്ദേശം ഫ്രൂട്ട്ഫുൾ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവുന്ന പറഞ്ഞിട്ടാണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള വർക്കേഴ്സ് എന്താണ് പരമാവധി ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും ശ്രമിക്കില്ല. കാരണം ആക്ച്വലി ആരൊക്കെ എന്തൊക്കെയാണെങ്കിലും ഇന്ന ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ എനിക്കും ലഭ്യമാകും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എംപ്ലോയിയുടെ ഉള്ളിൽ വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്, അവര് പൂർണ്ണമായിട്ട് തന്നെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാത്ത എംപ്ലോയീസ് മടിയന്മാരായിട്ടൊക്കെ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ ഒരു പോരായ്മയായിട്ട് എടുത്ത് പറയുകയാണ്. ഓക്കെ, ഫാക്ട് ദാറ്റ് യഥാർത്ഥത്തില് ദാറ്റ് കമ്പനി പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ടു ഇറ്റ്സ് എംപ്ലോയീസ്. ഒരുപാട് ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ഒരുപാട് സർവീസുകളൊക്കെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ലഭ്യമാകുമ്പോൾ ഇവര് എന്താണ് ആക്ച്വലായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അവോയ്ഡിങ് അതർ എംപ്ലോയി ഫങ്ഷൻസ്.
avoiding other employee functions എന്ന് പറയുന്നത് while paying attention towards the employee benefits and services, the employer generally becomes more focused on its provision and administration. Okay, നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ഒരുപാട് ഓഫേഴ്സുകൾ ലഭ്യമാകുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റ് കമ്പനികളെ കുറിച്ചിട്ട് അവയർനെസ് നടത്തിയിട്ട് അവിടേക്ക് എന്തൊക്കെ ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുന്നുണ്ടോ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. പേയിങ് അറ്റൻഷൻ ടുവേർഡ്സ് ദ എംപ്ലോയി ബെനിഫിറ്റ്സ്, അവരുടെ എംപ്ലോയീസിന്റെ ബെനിഫിഷ്യലും സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നടപടികൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എടുക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? ഇൻ സച്ച് കേസസ് അതർ ആസ്പെക്ട് ഓഫ് പേഴ്സണൽ പ്രോഗ്രാംസ് ആർ ഫുള്ളി നെഗ്ലക്റ്റഡ് ഓർ അറ്റ്ലീസ്റ്റ് അറ്റൻഷൻ ഈസ് പെയ്ഡ് ടു ദെം. ഓക്കെ, ബെനിഫിഷ്യൽ പാക്കേജിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ അല്ലെ അവിടെ നന്നായിട്ട് ആക്ച്വൽ വർക്കുകൾ അല്ലെങ്കിൽ വർക്ക് കൂടുതൽ ഉയർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള എന്തെങ്കിലും അല്ലെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇവര് വർക്ക് ചെയ്യുന്നുണ്ടോ, അവരെ കമ്പാരിസൺ നടത്തി ഇവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കണോ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളെക്കാൾ അപ്പുറം ബെനിഫിഷ്യൽ പാക്കേജുകൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടൊന്നും എംപ്ലോയർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് സാധിച്ചെന്ന് വരില്ല. Consequently, due to overemphasizing on these benefits and services, employees often develop a concern for their future security instead of a present productivity. നിലവിലുള്ള ഉത്പാദനക്ഷമത ഉളവാക്കുന്ന ഞാൻ പറഞ്ഞ മാത്രമേ ഇപ്പൊ അവിടെയുള്ള എംപ്ലോയീസിന്റെ ഒക്കെ വർക്കൊക്കെ എങ്ങനെയാണെന്നൊക്കെ സൂപ്പർവൈസ് ചെയ്തോ അല്ലെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും അപാകതകളുണ്ടോ, അവർക്ക് ട്രെയിനിങ് കൊടുക്കണോ, അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാതെ അവരെ എന്താണ് ഇച്ചിരി കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് അല്ലെ അവരെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടത്, അതായത് ജോലിയുടെ ഭാവിയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള നിലപാടുകളെ കുറിച്ചിട്ട് മാത്രം ചിന്തിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെ കുറിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ തയ്യാറാക്കിയിട്ട് ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബേസിക്കലി എന്താണ് ആഴ്ച പെർഫോമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് അവയർനെസ് ഒന്നും അവർക്ക് ഉണ്ടാക്കാനായിട്ടും പുതിയ നടപടികളൊന്നും സ്വീകരിക്കാനായിട്ടൊന്നും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അടുത്തൊരു പ്രോബ്ലം ആയിട്ട് എടുത്ത് പറയുന്നത്. ാണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പാരന്റലിസം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതായത് പാരന്റലിസം എന്ന് പറയുമ്പോൾ ഒരു പാരന്റ് ആവാൻ നമുക്ക് പാരന്റ്സ് ആവുമ്പോൾ എന്താ പ്രത്യേകത? കുട്ടികൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് ഡ്രസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കണം, അതൊക്കെ പാരന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെ. നമുക്കറിയാം പാരന്റ്സ് മോസ്റ്റ്ലി എന്താണ് ഇൻവോൾവഡ് ആണ് ആ കാര്യത്തിൽ. കുട്ടികളാണെങ്കിലും അത് നമ്മൾ ചെയ്തു തരേണ്ട അല്ലെങ്കിൽ പാരന്റ്സ് ചെയ്തു തരേണ്ട ഒരു ഡ്യൂട്ടിയാണെന്നുള്ള ഒരു മനോഭാവമാണ് അല്ലെ. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതായത് കമ്പനിയിലേക്ക് വരുമ്പോൾ എന്താണ് എംപ്ലോയർ എംപ്ലോയി, അവിടെ എംപ്ലോയർ ആണ് പാരന്റ് ആയിട്ട് നിൽക്കുന്നത്, എംപ്ലോയി ആണ് കുട്ടികളായിട്ട് ചിൽഡ്രൻസ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഈ കുട്ടികളായ എംപ്ലോയീസിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ പാരന്റായ എംപ്ലോയർ നൽകേണ്ടതാണ് എന്നുള്ളൊരു മനോഭാവമാണ്. പക്ഷെ ആക്ച്വലി എന്താണ് അങ്ങനെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നൽകേണ്ട ആവശ്യകതയൊന്നും ഇല്ല അല്ലെ. ഒരു സാലറി
ലഭ്യമാക്കുക, അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ, അല്ലെങ്കിൽ PF പോലെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ മാത്രം ലഭ്യമാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആക്ച്വലി അത് മാത്രമാണ് നിയമപരമായിട്ട് അവർക്ക് ലഭ്യമാക്കേണ്ടതുള്ളൂ. അഡീഷണൽ ആയിട്ടുള്ള ഈ ഗ്രൂപ്പ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ കൾച്ചറൽ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഈ പറഞ്ഞ മാതിരി ട്രാവലിംഗ് അലവൻസ് കൊടുക്കുന്നതോ അങ്ങനെയൊന്നും അതൊന്നും മസ്റ്റായിട്ട് എംപ്ലോയിക്ക് ലഭ്യമാക്കേണ്ടത്, എംപ്ലോയർ മസ്റ്റായിട്ട് ലഭ്യമാക്കേണ്ട കാര്യമൊന്നും അല്ല. അത് തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയി അത് തിരിച്ചറിയുന്നില്ല. എംപ്ലോയി എന്താ വിചാരിക്കുന്നത്, അത് ആരും എന്ന നിലയ്ക്ക് മസ്റ്റായിട്ട് ഞങ്ങൾക്ക് നൽകേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ ആ റിസ്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും എന്താണ് ഇവര് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെ? എംപ്ലോയർ ഇത്രയും റിസ്ക് എടുക്കുക നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആശ്രിതർക്കൊക്കെ എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നത് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള പ്രത്യേകമായിട്ടുള്ള നിലപാട് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്, അല്ലെ? പക്ഷെ ഇവര് യഥാർത്ഥത്തിൽ അത് മനസ്സിലാകുന്നില്ല എങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ശരിയാണോ? ചെയ്യണോ എന്തെങ്കിലും? കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിന്നൊക്കെ വരുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാൻ പോവുക, അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടൊക്കെ ചിലപ്പോഴെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ പ്രോബ്ലംസ് പ്രോബ്ലംസ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. ഇപ്പൊ ചെറിയ ചെറിയ ഡാഷ് വർക്കേഴ്സ് ആർ enthused to improve their abilities and knowledge, അല്ലെ? അവരുടെ നോളജും അല്ലെങ്കിൽ എബിലിറ്റീസ് ഒക്കെ വർക്ക് ചെയ്ത് ഏത് തരത്തിലുള്ള വർക്കേഴ്സ് അല്ലെ മോട്ടിവേറ്റഡ് വർക്കേഴ്സ് ആണ് ഇത്തരത്തിലുള്ള നോളജും അല്ലെ എബിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം നമുക്കറിയാം അവർക്ക് നല്ല അല്ലെ മെന്റലി ഫിസിക്കലി നല്ല ഹാപ്പിയോട് കൂടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്താണ് അവരുടെ നോളജും എബിലിറ്റീസ് ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കും എന്നുള്ളത്. അങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് നോക്കി പോവുക, നോട്ട് ചെയ്ത് പോവുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആശയം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് പാരന്റൽ കാര്യം പറയുന്നത്, പുതിയ ട്രെൻഡിൽ എല്ലാം ആശയം വരുന്നത് എന്താണ് ഹ്യൂജ് എക്സ്പെൻഡിച്ചർ, അല്ലെ? അവിടെ പേപ്പർ വർക്ക് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഹ്യൂജ് എക്സ്പെൻഡിച്ചർ വരുന്നത്. ലെസ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്താണ്? കാരണം അവിടെ അല്ലെ മച്ച് ഫ്രൂട്ട്ഫുൾ അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു വെയിറ്റ് വരുമ്പോഴൊക്കെ മനസ്സിലാക്കി വെക്കാം. എന്താണ് കൂടുതലായിട്ട് എംപ്ലോയീസ് അനേബിൾ ടു ഡു അല്ലെ അവര് ഇത് എപ്പോഴും കിട്ടിക്കോളും, എനിക്കും അത് പങ്കാളിയാകാലോ, ആരെങ്കിലും വർക്ക് ചെയ്താലും എനിക്കും ഇത് പങ്കാളിയാവാന്നുള്ള ഒരു മൈൻഡ് വരുന്നത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ആണോ? ജസ്റ്റ് അതൊക്കെ ഒരു ഭാഗത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. സ്റ്റാർട്ട് ചെയ്തോട്ടെ? വായിച്ച എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം.
നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് എംപ്ലോയി റിലേഷൻസ് ER. നമ്മുടെ ആ ഒരു ബെനിഫിഷ്യനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയുള്ളത് നെക്സ്റ്റ് എംപ്ലോയീസ് റിലേഷൻസ് ആണ്. ഇനി നമുക്ക് വേറൊരു ഭാഗം എന്ന് പറയുന്നത് റിലേഷൻസ് കഴിയുമ്പോഴാണ് ട്രേഡ് യൂണിയൻ, അതിന്റെ ഒരു ഭാഗം കൂടിയാണ്. അങ്ങനെ 3 പോർഷൻ ആണ് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അവിടെ റിലേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് റിലേഷൻ ഉണ്ട് അല്ലെ. നമ്മുടെ കമ്പനിക്ക് ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ പലതരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ അല്ലെ. അവിടെ ഒരു ബിസിനസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കമ്പനിയിൽ എംപ്ലോയിനെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതി ഉണ്ടെങ്കിൽ എംപ്ലോയി നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നില്ല അല്ലെ. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു ഒത്തൊരുമിച്ച് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അവിടെ എംപ്ലോയിയും എംപ്ലോയറും മാത്രമല്ല റിലേഷൻഷിപ്പിൽ വേണ്ടി വരുന്നത്. നമുക്കറിയാം ഒരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അതിപ്പോ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ ഒരു ഇത് എന്താണ് മാർക്കറ്റിൽ വിപണനം ചെയ്യും അല്ലെ. അപ്പൊ കമ്പോളറുമായി ബന്ധപ്പെട്ട് മാർക്കറ്റുമായിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും. മാത്രമല്ല ഗവൺമെന്റിന്റെ അംഗീകാരങ്ങൾ വേണം അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു തുടങ്ങണമെങ്കിൽ തന്നെ നമുക്കറിയാം അനുമതിയും കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അപ്പൊ അവിടെ ഒരു എന്താണ് അവിടെ ഗവൺമെന്റ് ആയിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് വേണം. ഇൻ കേസ് നമുക്കറിയാം ഏതൊരു കമ്പനിയൊക്കെ ആണെങ്കിലും എന്താണ് അവിടെ മിക്കവാറും യൂണിയനുകളൊക്കെ ഉണ്ടാവും അല്ലെ. ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ യൂണിയനുകൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാവും. അവരായിട്ട് എന്തെങ്കിലും കശപിശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം എപ്പോഴും സ്ട്രൈക്കും കോമ്പൗണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അല്ലെ. സ്മൂത്ത് ആയിട്ട് വർക്ക് നടക്കണമെന്നില്ല. അപ്പൊ എല്ലാവരും തമ്മിലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓരോ കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഒരു തടസ്സവും കൂടാതെ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എംപ്ലോയീസ് റിലേഷൻഷിപ്പ് അല്ലെ, എംപ്ലോയി റിലേഷൻസ് എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഒരു ചെറിയ ഐഡിയ കിട്ടിയില്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? Concept of employees relations. Employee relations are known by different names such as industrial relations, labor management relations, and labor relations in different places. Okay, വ്യത്യസ്ത പ്ലേസുകളിലാണെങ്കിൽ ഈ എംപ്ലോയീസ് റിലേഷൻഷിപ്പിന്റെ വ്യത്യസ്ത രീതിയിൽ തന്നെ നമുക്കറിയാം. അതായത് ലേബർ അല്ലെ, തൊഴിലാളികളുടെ ബന്ധം, അതിലേക്ക് എന്താണ് ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്. നമുക്കറിയാം തൊഴിലാളിയും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ, വ്യവസായമായുള്ള ബന്ധം എന്നുള്ള രീതിയിലേക്ക് എംപ്ലോയീസ് റിലേഷൻസിനെ നമുക്ക് അറിയപ്പെടാം. ഓക്കെ, ER എന്നൊക്കെ പറയുമ്പോൾ ഷോർട്ട് ഫോം മനസ്സിലാക്കുക, എംപ്ലോയി റിലേഷൻസ് അല്ലെ. ER എന്നുള്ള ഷോർട്ട് ഫോമില് അത് മനസ്സിലാക്കി വെക്കുക. എംപ്ലോയീസ് റിലേഷൻസിനെയാണ് കുറിക്കുന്നത്. വ്യത്യസ്ത പേരുകളുണ്ട്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, ലേബർ റിലേഷൻസ് എന്നെല്ലാം പറയുന്നത് ER തന്നെയാണ്. It is distinguished by prompt changes, industrial compliance and holding philosophies both nationally and internationally, and hence represents one of the most indirect challenges of the modern industry society. Okay, നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ അല്ലെ എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സങ്കീർണമായിട്ടൊരു വെല്ലുവിളി തന്നെയാണ് അല്ലെ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കമ്പനി ചിലപ്പോ ചില രാജ്യങ്ങൾ തന്നെ പറയും അല്ലെ, ഇന്ന രാജ്യത്തിൽ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളൊന്നും ഇവിടെ വിറ്റഴിക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ആഭ്യന്തര കലാപങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചില എന്താണ് ചില കൺട്രികളൊക്കെ അങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കും. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുമ്പോഴും അത് വിറ്റഴിക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് അല്ലെ, ഒരു വ്യവസായ ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലേബർ റിലേഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് നാഷണലി ആൻഡ് ഇന്റർനാഷണലി അല്ലെ, ദേശീയമായിട്ടും അതേപോലെ തന്നെ ആഗോളപരമായിട്ടും നല്ല ഒരു ബന്ധങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. കാരണം അതൊരു സങ്കീർണമായിട്ടുള്ള പ്രശ്നമുണ്ട്. ചിലപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ആയിരിക്കും അല്ലെ പ്രൊഡക്റ്റിന്റെ ഉത്പാദനം ഒക്കെ നടന്ന് പോകുന്നത്. പെട്ടെന്നായിരിക്കും ഒരു സുപ്രഭാതത്തിൽ അത് ഇനി എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാ രാജ്യങ്ങളൊന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെ, അവരവിടെ ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് നമ്മുടെ കൺട്രിയിൽ നിന്നാണ് അത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമുക്കത് കയറ്റി അയക്കാനായിട്ട് സാധിക്കില്ല അല്ലെ.
അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വ്യവസായ സംരംഭങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. It is the constantly changing process that is based on social patterns, the economic system and the political organization of the country. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അല്ലെ സാമ്പത്തികമായിട്ട് തന്നെ നമുക്കറിയാം ഇത് വളരെയധികം വ്യത്യാസമാണ് അല്ലെ. എക്കണോമിക് സാമ്പത്തികാവസ്ഥയ്ക്ക് തന്നെ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അല്ലെ. രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ രാജ്യത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക അടിസ്ഥാനം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ രാഷ്ട്രീയ അവസ്ഥകൾ ഇതെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് മറ്റൊരു കൺട്രി ആയിട്ടൊക്കെ ഇന്റർനാഷണലി എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഒക്കെ നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ബെറ്ററായിട്ടുള്ള വിശേഷങ്ങൾ അല്ലെ. ഇപ്പൊ എവിടെയെങ്കിലും ഒരു എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ മുന്നിട്ട് വരുന്നതെങ്കിലും ചിലപ്പോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനത്തിലായിരിക്കും പിന്നെ ആ കൺട്രിയിലെ പോകും അല്ലെ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചില നിലപാടുകൾ അവർ സ്വീകരിക്കും അല്ലെ. ചില സാമ്പത്തിക അരക്ഷിതാവസ്ഥകളൊക്കെ അനുഭവപ്പെടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ തന്നെ അവർ ചില തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ എല്ലാം ബാധിക്കുന്നുണ്ട് അല്ലെ. എന്താണ് സൊസൈറ്റിയൽ പാറ്റേൺസ് സാമൂഹികമായിട്ടുള്ള നിലപാടുകളൊക്കെ അവിടെ എക്കണോമിക് സിസ്റ്റംസ് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീന കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അതാണ് ആ എംപ്ലോയീസ് റിലേഷൻസിന് ഇത്രയും പ്രാധാന്യം വഹിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഒരു രാജ്യത്ത് ഒരു പ്രൊഡക്ഷൻ ഒക്കെ ഉത്പാദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന സ്ഥാപനങ്ങളിൽ നിന്ന് സർവീസ് മൈൻഡോട് കൂടിയിട്ടുള്ള പേഴ്സൺസിനെ ഇന്ന കൺട്രിയിലേക്ക് അവർ സ്വീകരിക്കുന്നില്ല, അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ച് ഹ്യൂമൻ റിസോഴ്സിനെ തന്നെ അവിടെ തടഞ്ഞു വെക്കുകയാണ്. അത് മാത്രമല്ല നമുക്കറിയാം ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇന്ന വസ്തുക്കൾ ഇന്ന പ്രോഡക്റ്റുകളെല്ലാം നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു തടയൽ വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഇതെല്ലാം സ്മൂത്ത് ആയിട്ട് കമ്പനിക്കാണെങ്കിലും ഫോമിനൊക്കെ നന്നായിട്ട് തന്നെ അത് ഫോളോ ചെയ്ത് വഴി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ദിവസം എടുക്കാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് പാരഗ്രാഫില് വ്യത്യസ്ത പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.